afternoon, dears. Welcome back to our biology class. So, here we are continuing our discussion on the topic natural resources. In today's session, we are going to study how the rain occur, the phenomenon rain occur. So, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് റെയിൻ ഉണ്ടാവുന്നത് എന്നുള്ളത്. Okay, let's recall once again. Okay, yes. First of all, we will read this passage and discuss what it says. When water bodies are heated during day, a large amount of water vapor rise up. Some water vapor also get into the atmosphere due to biological activities like transpiration. Yes, ആദ്യം നമുക്ക് ഇവിടെ വരെ എന്താ പറയണത് നോക്കാം. യെസ്, അതായത് നമ്മുടെ വാട്ടർ ബോഡീസ് അല്ലേ, വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ എല്ലാം ഇപ്പം കടലായാലും അതുപോലെ ഫ്രഷ് വാട്ടർ, ഉപ്പുവെള്ളമല്ലാത്ത ഫ്രഷ് വാട്ടർ, നമ്മുടെ പുഴ അതുപോലത്തെ ഫ്രഷ് വാട്ടർ കാണുന്ന വാട്ടർ ബോഡീസ് ആയാലും സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ആ സൂര്യപ്രകാശത്തിൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. വാട്ടർ ബോഡീസ് കണ്ടോ, ഓഷ്യൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഫ്രഷ് വാട്ടർ ബോഡീസൊക്കെ ഉണ്ട്, ലേക്സ് ഉണ്ട് കണ്ടോ. സോ ഇവിടെ സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ the water will go or rise as water vapor അല്ലേ, ഗ്യാഷ്യസ് ഫോമിലേക്ക് വാട്ടർ മാറുകയും ചൂടാവുമ്പോൾ വാട്ടർ ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറുകയും ഇറ്റ് വിൽ റൈസ് അപ്പ് ആസ് വാട്ടർ വേപ്പർ ആയിട്ടത് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ റൈസ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സം water vapor also get into the atmosphere due to biological activities like transpiration. Yes, transpiration എന്ന് പറയുന്ന പരിപാടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് പ്ലാന്റ്സിൻ്റെ ബോഡിയിലുള്ള വാട്ടർ ഇതേപോലെ തന്നെ പ്ലാന്റ്സ് ഇങ്ങനെ ചൂടാകുമ്പോൾ സൂര്യപ്രകാശം അതിൻ്റെ പുറത്ത് വീഴുമ്പോൾ ലീഫിൻ്റെ പുറത്തു നിന്നൊക്കെ ആ വാട്ടർ ഇങ്ങനെ വാട്ടർ വേപ്പറായിട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ട്രാൻസ്പിറേഷൻ? Transpiration is the escape of water from the body of plant in the form of water vapor. വാട്ടർ വേപ്പർ ആയിട്ട് പ്ലാന്റിൻ്റെ ബോഡിയിൽ നിന്നും വാട്ടർ എസ്കേപ്പ് ആവുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ടർ വേപ്പർ ഇവോപ്പറേഷൻ വഴി, ഇതിനെ ഇവോപ്പറേഷൻ എന്നല്ലേ പറയുക, അതായത് ഒരു വാട്ടർ ബോഡിയിൽ നിന്നും വാട്ടർ ഗ്യാഷ്യസ് ഫോമിലേക്ക് പോകുന്നതിന് ഇവോപ്പറേഷൻ എന്നാണ് പറയുക അല്ലേ. യെസ്, ഇവോപ്പറേഷൻ വഴിയും വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ നിന്നും വാട്ടർ വേപ്പറായിട്ട്, അതായത് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, യെസ്, ആസ് ദി വാട്ടർ വേപ്പർ റൈസസ് ഇറ്റ് കൂൾസ് ആൻഡ് കണ്ടൻസ് ടു ഫോം ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. യെസ്, ഇങ്ങനെ നീരാവിയായിട്ട് വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ആ ഗ്യാഷ്യസ് ഫോമിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു, ഒരു ഹൈറ്റ് എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ വെച്ച് തണുക്കുന്നു, കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് എന്ന് വെച്ചാൽ തണുക്കുക കേട്ടോ, കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ. ഓക്കെ, ഈ വാട്ടർ വേപ്പർ ഇങ്ങനെ ഗ്യാഷ്യസ് ഫോമിൽ ഇങ്ങനെ ഈ വെള്ളം സമുദ്രത്തിൽ നിന്നൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റൈസ് ചെയ്ത് പൊങ്ങി ഒരു ഹൈറ്റ് എത്തുമ്പോൾ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കൂൾ. ഓക്കെ, തണുക്കാൻ തുടങ്ങുന്നു. ദാറ്റ് ഈസ് കണ്ടൻസേഷൻ. Okay children, yes, this condensation of water is facilitated by dust and other suspended particles in the air could act as a nucleus for these drops to form around. Okay, yes, അപ്പോൾ നോക്കൂ, ഈ വാട്ടർ വേപ്പർ തണുക്കുമ്പോൾ ചെറിയ വെള്ളത്തുള്ളികളാണ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇങ്ങനെ ഗ്യാസ് ഫോമിൽ പോകുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. ഇതിങ്ങനെ ഗ്യാഷ്യസ് ഫോമിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. യെസ്, ഒരു ഹൈറ്റ് എത്തുമ്പോൾ അത് തണുക്കാൻ തുടങ്ങും. അങ്ങനെ ഇങ്ങനെ കുറേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങും, ഒരുപാട് വെള്ളത്തുള്ളികൾ ഫോം ചെയ്യാൻ തുടങ്ങും. ആ വെള്ളത്തുള്ളികളെല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോഴാണ് നമുക്ക് ക്ലൗഡായിട്ട് തോന്നുന്നത്. ഓക്കെ, ഈ വെള്ളത്തുള്ളികളൊക്കെയാണ് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ക്ലൗഡ്, മഴമേഘമായിട്ട് തോന്നുന്നത്, ക്ലൗഡ്സ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനെ വെള്ളത്തുള്ളികളാകാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ടെന്നറിയോ? വെള്ളത്തുള്ളികളാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരാളാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതായത് എയറിലുള്ള
ഡസ്റ്റ് ഉണ്ടല്ലോ, ചെറിയ പൊടി പടലങ്ങൾ, ചെറിയ പൊടികൾ. ഓക്കെ, അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾ, അതുപോലെ തന്നെ എയറിലുള്ള മറ്റ് ഡസ്റ്റ്, ഇങ്ങനെ ഫൈനായിട്ടുള്ള തരിതരി പോലത്തെ എന്തെങ്കിലുമൊക്കെ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, ആ പാർട്ടിക്കിൾസ് ഈ പറയുന്ന ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വൺസ് അഗെയിൻ ഐ എം ടേക്കിംഗ് മൈ പെൻ. ഓക്കെ, ഇത് ഒരു ഡസ്റ്റാണെന്ന് കരുതുക. അപ്പം ഞാൻ വരച്ചിരിക്കുന്ന റൗണ്ട് ഒരു ഡസ്റ്റാണ്, അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഡസ്റ്റാണ്. ഓക്കെ, വാട്ടർ ഇങ്ങനെ വാട്ടർ വേപ്പറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സോ ഇവിടെ വെച്ചിട്ട് ഫ്രം ദിസ് പോയിൻറ്റ് വെള്ളം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്, കൂൾ ചെയ്യാൻ തുടങ്ങുകയാണ്. സോ വാട്ട് ഹാപ്പൻ? ദ വാട്ടർ വിൽ കണ്ടൻസ് ആസ് വാട്ടർ അറൗണ്ട് ദിസ് ഡസ്റ്റ് പാർട്ടിക്കിൾ. ഓക്കെ, ആ നടുക്കിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ചുറ്റും ആണ് ഈ വെള്ളം എന്ത് ചെയ്യണത്? തണുത്ത് വെള്ളത്തുള്ളി ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നടുക്ക് ഇതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം ആരാണ്? ഡസ്റ്റാണ്. ഇറ്റ് ഈസ് ഡസ്റ്റ്. ഓക്കെ, ആ സെൻറ്ററിലുള്ള ഭാഗം എന്താണ്? ഡസ്റ്റാണ്. ആ ഡസ്റ്റാണ് ആ ഡ്രോപ്ലെറ്റിൻ്റെ, ഇതൊരു സിംഗിൾ ഡ്രോപ്ലെറ്റ്, ഒറ്റൊരു തുള്ളിയാണ്. ഒരു തുള്ളി എങ്ങനെ ഫോം ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിംഗിൾ ഡ്രോപ്ലെറ്റിൻ്റെ സെൻറ്റർ ഫോം ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ വായുവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മറ്റ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെയാണ്. ഓക്കെ, സോ ദ സെൻറ്റർ ഓഫ് എ സിംഗിൾ ഡ്രോപ്ലെറ്റ് ഈസ് നൺ അതർ ദാൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, അതുകൊണ്ടാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഇവിടെ എന്തെന്ന് വിളിക്കുന്നത്? നോക്കൂ, ന്യൂക്ലിയസ്. നോക്കൂ, ന്യൂക്ലിയസ്. നമ്മൾ സെല്ലിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്തിന് ന്യൂക്ലിയസ് എന്ന് പറയാം അല്ലേ? അതേപോലെ തന്നെ ഒരു സിംഗിൾ ഡ്രോപ്ലെറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഈ കാറ്റത്തൊക്കെയുള്ള ഒരു പൊടി അല്ലേ, ഒരു ചെറിയൊരു ഡസ്റ്റ് ഒരു പാർട്ടിക്കിളിനെ കാണിച്ചു. അവിടെ ആ പാർട്ടിക്കിളിന് ചുറ്റുമാണ് വെള്ളം തണുത്ത് വെള്ളത്തുള്ളി ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരുപാട് തുള്ളികളാണ് ഇത്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരുപാട് തുള്ളികളാണ് ഇതെല്ലാം. ഓക്കെ, ഇതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് താഴേന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് നമ്മൾ താഴേന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതൊരു മഴമേഘമായിട്ട്, ഒരു ക്ലൗഡായിട്ട് തോന്നുന്നത്. ഓക്കെ, യെസ്. ദെൻ വി വിൽ read the last paragraph. This appear as clouds. യെസ്, ഈ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇവയാണ് നമുക്ക് ദൂരേന്ന് നോക്കുമ്പോൾ, മുകളിലേക്ക് നോക്കുമ്പോൾ ക്ലൗഡായിട്ട് കാണപ്പെടുന്നത്. When the tiny droplets of water join together to form bigger droplet of water, then fall down as rain, snow or hail. Okay children, നോക്കൂ, ഇനി എങ്ങനെയായിട്ടാണ് ഇത് മഴയായിട്ട് താഴേക്ക് വരുന്നത്? അതായത് ഈ പറയുന്ന ഈ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? കൂടിച്ചേരാൻ തുടങ്ങണു. അതായത് ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന്, കുറച്ച് വെള്ളത്തുള്ളികളെല്ലാം കൂടി കൂടിച്ചേർന്ന് ഒരു വലിയ തുള്ളിയായി മാറും. സോ ഇറ്റ് വിൽ ഫോൾ ആസ് റെയിൻ. ഓക്കെ, അങ്ങനെ റെയിനായിട്ട് താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. സോ these fine droplets combine to form big droplets and it falls as rain. മഴയായിട്ട് പതിക്കാം, അല്ലെങ്കിൽ മഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? സ്നോ ആയിട്ട് താഴേക്ക് വരാം. ഓർ ഹെയിൽ സ്റ്റോൺ എന്ന് കേട്ടിട്ടില്ലേ? ആലിപ്പഴം എന്ന് പറയും, അത് ഐസ് ക്യൂബ്സ് പോലെ വിടും. ഓക്കെ, യെസ്, അങ്ങനെ ഹെയിൽ സ്റ്റോൺസ് ആയിട്ടും ഈ പറയുന്ന ഡ്രോപ്ലെറ്റ്സ് താഴേക്ക് വിടാം. ഓക്കെ, സോ ഐ ഹോപ്പ് the concept is clear how the rain forms. In the previous slide you studied how the rain occurs. എങ്ങനെയാണ് റെയിൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ്? വാട്ടർ ബോഡീസിൽ നിന്ന് നീരാവിയായിട്ട്, വാട്ടർ വേപ്പറായിട്ട് വാട്ടർ ഇങ്ങനെ റൈസ് അപ്പ് ചെയ്യുന്നു അല്ലേ, ഉയർന്നു പൊങ്ങുന്നു. ദെൻ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഹൈറ്റ് എത്തുമ്പോൾ ദേ സ്റ്റാർട്ട് ടു കണ്ടൻസ് മീൻസ് തണുക്കാൻ തുടങ്ങുന്നു, കൂൾ ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻ വെൻ വാട്ടർ വേപ്പർ കൂൾസ്? water vapor become water again. Okay, that water will form a covering over dust particles. കാറ്റിലുള്ള ചെറിയ ചെറിയ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറിയൊരു കവറിങ് പോലെ ഈ വെള്ളം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങും. എന്നിട്ട് ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഈ വെള്ളത്തുള്ളികളെ ഒരുപാട് എണ്ണത്തിന് അടുത്തടുത്ത് കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ക്ലൗഡ്സ് ആയിട്ട് തോന്നുന്നത്. Okay, this water drops combine
to form a big droplet and it falls as rain, snow, hailstone, etc. Okay, in this slide you can see that rainfall patterns are decided by prevailing wind. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ അല്ലേ, വിൻഡാണ് റെയിൻഫോൾ കൊണ്ടുവരുന്നത് എന്നുള്ളത്, അതായത് മഴയെ കൊണ്ടുവരുന്നത്. വിൻഡ് ആണ് മെയിനായിട്ട്, വിൻഡ് അടിക്കുന്ന സ്ഥലത്തേക്ക് ഈ ക്ലൗഡ്സ് നീങ്ങുകയും അങ്ങനെയാണ് റെയിൻഫോൾ ഉണ്ടാകുന്നത്. ഓക്കെ, യെസ്, ഇൻ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യ rains are mostly brought by south west and north east monsoon. ഓക്കെ, സൗത്ത് വെസ്റ്റ് ഭാഗത്തു നിന്നും വീശുന്ന വിൻഡ് വഴി ഉണ്ടാകുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീശുന്ന കാറ്റ് വഴി ഉണ്ടാകുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണുമാണ് നമ്മുടെ ഇന്ത്യയിൽ മേജറായിട്ട് റെയിൻ തരുന്ന രണ്ട് മൺസൂൺസ്. ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ ആസ് വെൽ ആസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയുന്നത് ഇത്ര മാത്രം, റെയിൻ കൊണ്ടുവരുന്നത് ഒരു സ്ഥലത്തേക്ക് റെയിൻ ക്ലൗഡ്സിനെ കൊണ്ടുവരുന്നതും ഈ വിൻഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഈ സ്ലൈഡിലുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹൗ ദി പ്രോസസ് റെയിൻ ഒക്കർ, അതായത് വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ വേപ്പർ ആയിട്ട് ഇവോപ്പറേഷനിലൂടെ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ദെൻ a little bit of water vapor comes to the atmosphere through the process transpiration. അതായത് പ്ലാന്റ്സിൻ്റെ സർഫസിൽ നിന്നും വാട്ടർ വേപ്പർ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ദെൻ ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? it will start to condense or it will start to cool. Okay, so after cooling it will concentrate over dust particles in the air. കാറ്റിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ചെറിയ കവറിങ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ വെള്ളം ഡസ്റ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറിയൊരു ബബിൾ പോലെ ഫോം ചെയ്യുന്നു. അതാണ് ചെറിയ വെള്ളത്തുള്ളികൾ. ഓക്കെ, ഇത്തരത്തിലുള്ള വെള്ളത്തുള്ളികൾ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ അത് ക്ലൗഡായിട്ട് തോന്നുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ക്ലൗഡ് ഇങ്ങനെ നിന്നിട്ട് ഈ വാട്ടർ ഡ്രോപ്സ് എല്ലാം ഫൈനലി ഇറ്റ് വിൽ fuse to form a large or big water drop and it falls into the earth's surface as a rain. സംടൈംസ് അത് റെയിൻ ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ മഞ്ഞ് തുള്ളികളായിട്ട് വരാം, അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺ ആലിപ്പഴം എന്ന് പറയുന്ന ഐസ് ക്രിസ്റ്റൽസ് രൂപത്തിൽ വീഴാം. ഇതെല്ലാം സംഭവിക്കും. ഓക്കെ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ടർ. നമ്മൾ എയർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ പറ്റിയിട്ട്, ബയോട്ടിക് കമ്പോണൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്ത് കഴിഞ്ഞു. എയർ എന്ന് പറയുന്നതിൽ എയറിൽ എന്തെല്ലാം ഗ്യാസസ് ആണ് അടങ്ങിയിരിക്കുന്നത്, അതുപോലെ തന്നെ ദ റോൾ ഓഫ് എയർ ഇൻ ക്ലൈമറ്റിക് കൺട്രോൾ ആൻഡ് എയർ പൊല്യൂഷൻ ആൻഡ് ദ റെമഡിയൽ മെഷേഴ്സ് ദാറ്റ് വി ക്യാൻ ടേക്ക് ടു കൺട്രോൾ ദ എയർ പൊല്യൂഷൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? യെസ്, ഫ്രം നൗ വി ആർ ഡീലിംഗ് സം കോൺസെപ്റ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിനെ പറ്റിയാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, യു നോ ദാറ്റ് നമ്മുടെ എർത്ത് സർഫസിൽ ഏകദേശം ഒരു ഫുൾ ഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു 1/4 ഭാഗത്തോളം വെള്ളമാണ് എന്ന് നമുക്ക് പറയാം. എ വെരി ലാർജ് ഏരിയ ഓഫ് എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഓക്കെ, യെസ്, വി ക്യാൻ സീ വാട്ടർ ഓൺ ദി സർഫസ് ഓഫ് ദ എർത്തിൻ്റെ സർഫസിൽ നമുക്ക് വെള്ളത്തിനെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ വാട്ടർ ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ എർത്ത് അല്ലേ? എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലും എന്തുണ്ട്? വെള്ളമുണ്ട്, അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലേ? അതാണ് നമുക്ക് വെള്ളമൊക്കെ ഡിഗ് ചെയ്യുമ്പം നമുക്ക് വെള്ളം കിട്ടുന്നത്. യെസ്, അണ്ടർഗ്രൗണ്ടിലും വെള്ളം ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഓൾസോ വി ക്യാൻ സീ വാട്ടർ എലമെൻറ്റ് ഇൻ ദി ഫോം ഓഫ് വാട്ടർ വേപ്പർ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അന്തരീക്ഷത്തിലും എയറിലും എന്തുണ്ട്? വാട്ടറിൻ്റെ അംശമുണ്ട് ഇൻ ദി ഫോം ഓഫ് വാട്ടർ വേപ്പർ. ഗ്യാഷ്യസ് ഫോമിലുള്ള വാട്ടറാണ് അല്ലേ? വാട്ടർ വേപ്പർ ഉണ്ട്. ഓക്കെ, യെസ്, 2 രീതിയിൽ നമുക്ക് വാട്ടർ ബോഡീസിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. മറൈൻ മീൻസ് ഓഷ്യൻസ്, കടൽ അല്ലേ? കടൽ വെള്ളവും ശുദ്ധജലവും അല്ലേ? കടൽ വെള്ളം എന്ന് വെച്ചാൽ സലൈനാണ്, ഉപ്പ് രസം കലർന്നിട്ടുള്ള വെള്ളമാണ് ഓഷ്യനിൽ കാണുന്ന വാട്ടർ അല്ലേ? സലൈൻ വാട്ടറാണ്. അതേസമയം നമ്മളുടെ പോണ്ടിലും അതുപോലെ തന്നെ ലേക്സ്, റിവേഴ്സ്, ഇതിലൊക്കെയുള്ള വാട്ടർ നോക്കൂ, ടേസ്റ്റ് ചെയ്ത് നോക്കൂ, അത് ഉപ്പ് രസം ഇല്ലാത്ത വെള്ളമാണ്. ദാറ്റ് ഈസ് ഫ്രഷ് വാട്ടർ. ഓക്കെ, അപ്പോൾ വാട്ടർ ബോഡീസിൽ 2 രീതിയിൽ കാണാം. സലൈൻ ആയിട്ടുള്ള വാട്ടറും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറും ഉണ്ടായിരിക്കും. ദെൻ ഇൻ ദി പോളാർ റീജിയൻസ്, അതായത് നമ്മുടെ നോർത്ത് ആൻഡ് സൗത്ത് പോളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? വാട്ടർ
എന്താണ് അതിൻ്റെ ആ വാട്ടർ ഫോമിൽ ലിക്വിഡ് ഫോമിൽ കാണുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള ഫോം സ്നോ രൂപത്തിലാണ് കാണുന്നത് അല്ലേ. യെസ്, എല്ലാ മൗണ്ടെയ്ൻസിൻ്റെ ടോപ്പിലും വി ക്യാൻ സീ സ്നോ. യെസ്, ഓക്കെ. ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ലൈഫ്സ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് വാട്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ്? ബിക്കോസ് ഫോർ ഓൾ ലിവിങ് തിങ്, for all our life process and cellular activities, it requires water. അല്ലേ? നമ്മൾ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ശരീരത്തിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സ്, ജീവൽ പ്രവർത്തനങ്ങൾ, അതായത് ലൈഫിനെ പിടിച്ചു നിർത്തുന്ന പ്രോസസ്സുകൾ, അതുപോലെ തന്നെ സെല്ലുലാർ ആക്ടിവിറ്റി, സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന പല ആക്ടിവിറ്റീസിനും എല്ലാത്തിനും വാട്ടർ റിക്വയർഡ് ആണ്. ദാറ്റ്സ് വൈ നമുക്ക് വാട്ടർ ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഈ വാട്ടർ നമ്മുടെ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇതെല്ലാം കൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ പർട്ടിക്കുലർ സ്പീഷീസ് ജീവികൾ കാണപ്പെടുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അറിയാം കുറച്ച് ഹ്യൂമിഡായിട്ടുള്ള, നമ്മൾ ഹ്യൂമിഡിറ്റി എന്നാണ് പറയുക അല്ലേ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന സ്കെയിലിലാണ് പറയുക, അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഈർപ്പം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഹ്യൂമിഡിറ്റി, അതുപോലെ കറക്റ്റ് ടെമ്പറേച്ചർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഏരിയയിൽ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി കാണുള്ളൂ. ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതായത് ഒരു റീജിയണിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്, അവയെ എല്ലാത്തിനും ചേർന്നിട്ടാണ് നമ്മൾ ആ ഭാഗത്തെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ബയോഡൈവേഴ്സിറ്റി അത് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ആ ഒരു റീജിയണിൽ, ആ ഒരു സ്ഥലത്തെ അന്തരീക്ഷത്തിൽ, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടൻറ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. സോ we discussed the importance of water. Water is very important for all life process, cellular activities in living system. So we can't live without water, adu paranju alle. Then water, the amount of water present in the atmosphere, it determines the biodiversity of a particular area. അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ കുറച്ച് ജനറൽ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. ഇൻട്രൊഡക്ഷനായിട്ട് എർത്തിൽ ഒരു ഓൾമോസ്റ്റ് ഫുൾ ഭാഗങ്ങളും നമ്മൾ വെള്ളമാണ് കാണുന്നത്, വാട്ടറാണ് കാണുന്നത്. ദെൻ വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ഇൻസൈഡ് ദ എർത്ത് ആസ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, ആൻഡ് വാട്ടർ ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. റൈറ്റ്. ദെൻ വി ക്യാൻ സീ 2 types ഓഫ് വാട്ടർ ബോഡീസ്, അതായത് മറൈൻ വാട്ടർ ബോഡീസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ബോഡീസും ഉണ്ട്. മറൈൻ waters we can get saline water. Then in fresh water bodies it is not saline അല്ലേ, saline ആയിട്ടുള്ള വാട്ടർ അല്ല, it is fresh water ആണ്. അതായത് saline ഉപ്പ് രസമില്ലാത്ത വാട്ടറാണ് ഫ്രഷ് വാട്ടർ ബോഡീസിൽ ഉണ്ടാവുക. ഓക്കെ, യെസ് children, our water, the element water is also encountering some pollution. It is also created by us. ഓക്കെ, നമ്മൾ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, വേറെ ആരുമല്ല. വാട്ടറും ഇന്ന് പൊല്യൂഷൻ ഒരുപാട് നേരിടുന്ന ഒരു എലമെൻ്റാണ്. ഓക്കെ, we will conclude our session here. Then for today class you have a small work. Find out the possible causes of water pollution. Okay, please write the question. Find the possible causes of water pollution. Thank you children. We will see you in the next class.